Waste or residue is the result of linear logic. സമഗ്രമല്ലാത്തതിനാൽ രേഖീയ യുക്തി അവശിഷ്ടങ്ങളെയും പാഴുകളെയും സൃഷ്ടിക്കുന്നു എന്നാണ്. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം ഞാനാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വിഷയം ഞാൻ എടുത്തിരിക്കുന്നത് വേസ്റ്റ് ഓർ റെസിഡ്യൂ ഈസ് ദ റിസൾട്ട് ഓഫ് ലീനിയർ ലോജിക്. സമഗ്രമല്ലാത്തതിനാൽ രേഖീയ യുക്തി അവശിഷ്ടങ്ങളെയും പാഴുകളെയും സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മള് പ്രകൃതിയുടെ ആസ്പദമാക്കിയാണ് നമ്മളെല്ലാത്തിനെയും കാണുന്നത്. കാരണം പ്രകൃതിയുടെ ഈ ഡീപ്പ് ഇക്കോളജിക്കൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിന്റെ ആ ഒരു തത്വം വെച്ചിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും വീക്ഷിക്കുന്നത്. അതാണ് നമുക്ക് സമഗ്രമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഈ ഇന്നത്തെ ലോകത്തിൽ കാണുന്ന എല്ലാം കാണുന്നത് അവശിഷ്ടങ്ങളും പാഴുകളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, മാലിന്യങ്ങളെ സൃഷ്ടിക്കുന്നു. അപ്പൊ മാലിന്യങ്ങളെ അതിന്റെ ഒരു കാരണമാണ് പറഞ്ഞത്. നമ്മൾ പ്രകൃതിയിൽ നോക്കിയാൽ പ്രകൃതിയിൽ മാലിന്യങ്ങൾ ഉണ്ടാകുന്നില്ല. പ്രകൃതിയിൽ എല്ലാം ചാക്രികമായിട്ട് ഓരോ ഒന്നിന്റെയും അവശിഷ്ടങ്ങളാണെങ്കിലും അതിന്റെ ബൈ പ്രൊഡക്റ്റുകളാണെങ്കിലും അത് അടുത്ത ചാക്രികതയുടെ ഭാഗമായിട്ട് പോവുകയാണ്. അപ്പൊ ഒരു സീറോ വേസ്റ്റ് എന്നുള്ള ആ ഒരു തിയറിയിലാണ് പ്രകൃതി വർക്ക് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യന് മാത്രമാണ് മനുഷ്യന്റെ രേഖീയ യുക്തിക്ക് അനുസരിച്ചിട്ട് ഓരോരോ സങ്കേതങ്ങളെ അവലംബിക്കുമ്പോൾ എല്ലാ സങ്കേതങ്ങളും അതിന്റെ അവസാനം ഒന്നുകിൽ അതിന്റെ അവശിഷ്ടമായിട്ട് വരുന്നു, അല്ലെങ്കിൽ അതിന്റെ ബൈ പ്രൊഡക്റ്റുകളായിട്ട് ഉണ്ടാകുന്നത് അത് അവിടെ പാഴ്വസ്തുവായിട്ട് കൂട്ടപ്പെടുന്നു. അപ്പൊ ആ ഒരു ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നത്തെ നമ്മൾ ഈ പാഴുകളെയും അവശിഷ്ടങ്ങളെയും കൊണ്ടാണ് നമ്മുടെ ലോകം മുഴുവനും മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള എല്ലാ പ്രശ്നങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ നേരിടുന്നത് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ നമ്മൾ തിരിച്ച് പ്രകൃതിയിലോട്ട് തന്നെ നോക്കുക. പ്രകൃതിയിലെ ഒന്നിനും പാഴെന്നുള്ളൊരു മുദ്രയില്ല. അപ്പൊ അത് പ്രകൃതിയിലെ എല്ലാ വ്യവസ്ഥകൾക്കും അതിൻ്റെതായിട്ടുള്ള ആ ചാക്രികതയിലൂടെ അടുത്ത സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രകൃതി എല്ലാ നാച്ചുറൽ പ്രോസസ്സ് മൊത്തം അതും ഇൻഡസ്ട്രിയൽ പ്രോസസ്സും തമ്മിലുള്ള ഒരു അന്തരം ശരിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എല്ലാ നാച്ചുറൽ പ്രോസസ്സിലും വേസ്റ്റുകളില്ല, അടുത്തതിന്റെ ചാക്രികതയുടെ ഭാഗമായിട്ട് തീരുന്നു. ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകളിൽ എല്ലാത്തിലും വേസ്റ്റ് സൃഷ്ടിക്കപ്പെടുന്നു, അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഡെയിലി ഡീലിങ്സ്. നമ്മൾ ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഈ പ്രിൻസിപ്പിൾ അവിടെയും ബാധകമാണ്. നമ്മളതിനെ സമഗ്രമായിട്ട് അല്ല കാണുന്നതെങ്കിൽ അവിടെയും അവശിഷ്ടങ്ങളും സൃഷ്ടിക്കും. അത് തന്നെയാണ് നമ്മൾ ധർമ്മങ്ങളുടെ കാര്യം പറയുന്നത്. ധർമ്മം അത് ധർമ്മപൂരണം കംപ്ലീറ്റ് ആയെങ്കിൽ, അതിന്റെ യഥാർത്ഥ രീതിയിലുള്ള ധർമ്മപൂരണം ആയെങ്കിൽ അവിടെ ധർമ്മ ഇർണത ഉണ്ടാകുന്നില്ല. അതേസമയം നമ്മൾ പലതിലും ധർമ്മ ഇർണത ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. രേഖീയ യുക്തിയിലൂടെ നമ്മൾ ചിന്തിക്കുന്ന അതുപോലുള്ള വ്യവഹാരങ്ങളെ നമ്മൾ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് അതിന് സമഗ്രതയില്ലാതെ വരുന്നതിന് എല്ലാത്തിനും കർമ്മ ഋണത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മെറ്റബോളിസത്തില് നാച്ചുറൽ മെറ്റബോളിസം ആണെന്നുണ്ടെങ്കിൽ അതിൽ അവശിഷ്ടങ്ങളൊന്നുമില്ല. അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിനാണെങ്കിലും മലമാണെങ്കിലും എല്ലാം അത് പ്രകൃതിയിൽ അതിന്റെ ഭാഗങ്ങൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സൈക്ലിക്കൽ പ്രോസസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്. അപ്പൊ അതവിടെ മലിനമായിട്ട് അവശേഷിക്കുന്നില്ല. അതേസമയം നമ്മൾ ആവശ്യമില്ലാത്ത പലതും നമ്മൾ ബോഡിയിലോട്ട് ഭക്ഷണത്തിൽ കൂടോ മരുന്നുകളുടെ കൂട്ടത്തിലോ കയറ്റി കഴിയുമ്പോഴത്തേക്ക് അവിടെ അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതാ നമ്മൾ പ്രകൃതിയുടെ സിസ്റ്റവും നമ്മുടെ ഹ്യൂമൻ മെയ്ഡ് സിസ്റ്റവുമായിട്ടുള്ള വളരെ ഏറ്റവും വലിയ അന്തരമാണത്. ആ മാലിന്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ പ്രകൃതിയുടെ ഇക്കോസിസ്റ്റത്തിൽ, ആവാസ വ്യവസ്ഥയിൽ നോക്കിയാൽ തന്നെ
ഇത് കാണാം. കംപ്ലീറ്റ്ലി സമഗ്രമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് അത് ഇരിക്കുന്നത്. എല്ലാം തമ്മിൽ അന്യോന്യം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒന്നിന് ചാക്രികതയിലും ലീനിയർ ആയിട്ടുള്ള ആ ഒരു നെറ്റ്വർക്കിലും ഇത് കംപ്ലീറ്റ് ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റമായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ സിസ്റ്റത്തിലും ഈ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സമഗ്രത നഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിന് നമുക്ക് വിനയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു നാച്ചുറൽ ലോ എന്നുള്ളത് സീറോ വേസ്റ്റ് എന്നുള്ള ഒരു നാച്ചുറൽ ലോ ആണ്. ആ നാച്ചുറൽ ലോയെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തികളെ ഒന്ന് മാത്രമല്ല എല്ലാത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ജീവിത ബന്ധങ്ങളിലാണെങ്കിലും റിലേഷൻഷിപ്സിൽ നമ്മൾ അതിനെ രേഖീയമായിട്ട് യുക്തിയുടെ അനുസൃതമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ, അതായത് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു റിലേഷൻ ചെയ്താൽ അത് രേഖീയ യുക്തിയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരാളുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നു. അത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്ക് ആ ഒരു ലീനിയർ ലോജിക്കിലുള്ള ആ ഒരു ഇത് നിരന്തരമായിട്ട് പോകാനൊക്കത്തില്ല, അതിന് ശാശ്വത ഇല്ല. അപ്പം അങ്ങനെ വരുന്നതന്നെ അതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും, അത് ശിഥിലീകരിക്കപ്പെടും. അതാണ് ഇപ്പൊ പലതിലും കാണുന്നത്. അതേസമയം അത് സമഗ്രമായിട്ട് ഒരു ടോട്ടൽ റിലേഷൻഷിപ്പിനെ അന്യോന്യ മ്യൂച്വാലിറ്റിയിൽ കണ്ടാൽ, ശരിക്കുള്ള മ്യൂച്വാലിറ്റിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് ശാശ്വതമായിരിക്കും, അതിന് ശിഥിലീകരണം സംഭവിക്കില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലകളിലും ഈ സെയിം ലോസ് അപ്ലിക്കബിൾ ആണ്. ഒരു സിസ്റ്റത്തിലും ആ വേസ്റ്റ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ക്രിയേറ്റ് ചെയ്യാതെ കൊണ്ടുവരുന്ന സമഗ്രതയിലാണ് ഇതിന്റെ നിലനിൽപ്പ് എന്നുള്ളതാണ്. അപ്പൊ ശാശ്വത പരിഹാരമായിട്ട് നമ്മൾ എപ്പോഴൊക്കെ എന്തിനു നോക്കിയാലും അവിടെ ഈ വേസ്റ്റുകൾ സൃഷ്ടിക്കപ്പെട്ടത് സമഗ്രമായിരിക്കണം. അപ്പൊ സമഗ്രമായതിൽ വേസ്റ്റുകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇതാണ് ഇന്നത്തെ വിഷയം. നന്ദി, നമസ്കാരം.